എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. പുരുഷന്മാരുടെ ആത്മഹത്യയെക്കുറിച്ചിട്ട് കഴിഞ്ഞ ഇടയ്ക്ക് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ കമൻറ്റ് ബോക്സിൽ അത്രയധികം ഗുണകരമല്ലാത്ത കുറേയധികം കമൻറ്റുകൾ വന്നു. പരാതികൾ എന്ന് പറയുന്നത് ഒരിക്കലും തീരത്തില്ല. ചില ആളുകളുടേത് പരാതികൾ പറയുന്ന ആളുകളെ നമുക്ക് അത്രയധികം കമ്പനി ആക്കാനായിട്ട് തോന്നത്തില്ല. അതേപോലെ തന്നെ ഒരു ഡിസ്കഷൻ്റെ സമയത്ത് പരാതികൾ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. ആ ഒരു കമൻറ്റ് ബോക്സ് നിറയെ പരാതികളായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ പുരുഷന്മാർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ഡിസ്കസ് ചെയ്തതുകൊണ്ട് ചില ആളുകൾക്ക് ജീവിതത്തിൽ ചില ട്രോമകളൊക്കെ ഉള്ള ആളുകളായിരിക്കാം, സ്ത്രീകളായിട്ടുള്ള ആളുകൾക്ക് ആ ഒരു കണ്ടന്റ് അത്രയധികം ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ നമ്മൾ ആ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത പല കാര്യങ്ങൾക്കും കാരണക്കാരായിട്ടുള്ള ആ ഒരു കേസുകളിലെ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞ സമയത്ത് കമന്റ് ബോക്സിൽ ഒരു വലിയ കൂട്ടം പുരുഷന്മാർ വന്ന സ്ത്രീകളെ മുഴുവൻ ജനറലൈസ് ചെയ്യുന്ന കുറേയധികം കമന്റുകൾ ഇടുകയും ചെയ്തു. അവർക്കും പരാതികളാണ്. ഇത്തരത്തിലുള്ള പരാതികൾ ഒഴിവാക്കി നമ്മളെല്ലാവരും ഓരോ വ്യക്തികളായിട്ട് കാര്യങ്ങളെ നോക്കി കാണുകയാണെന്നുണ്ടെങ്കിൽ ലൈഫ് വളരെയധികം ഈസിയാണ്. ഇപ്പോൾ ആ പരാതികൾ പറഞ്ഞ ആളുകൾ പറയുന്ന പരാതികൾ അവരെ ബാധിക്കുന്നതല്ല. അവരുടെ ചില പ്രശ്നങ്ങളിൽ കോമൺ ആയിട്ട് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള ഒരു ആശ്വാസം കണ്ടെത്തലാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ജീവിതത്തെ നോക്കി അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ വൻ പരാജയമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. എല്ലാ സ്ത്രീകളും ഇങ്ങനെ ആയതുകൊണ്ടാണ് എൻ്റെ റിലേഷൻഷിപ്പ് ഫെയിലായത് എന്ന് ഒരാൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അവനെപ്പോലെ ഒരു പരാജയം വേറെയില്ല. എല്ലാ പുരുഷന്മാരും ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ വിവാഹം കഴിക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല എന്നൊരു സ്ത്രീ പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ആ ഒരു വ്യൂ പോയിന്റും വൻ പരാജയം എന്ന് പറയേണ്ടി വരും. എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ ഇടപെട്ടയാൾ റോങ് ആയതുകൊണ്ടാണ് ലോകത്ത് ഇഷ്ടം പോലെ നല്ല മനുഷ്യന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തുന്ന സമയത്ത് എൻ്റെ പ്രശ്നങ്ങൾ തീരും എന്ന് വിചാരിക്കുന്നിടത്താണ് ലൈഫിനെ നമുക്ക് പോസിറ്റീവായിട്ടും പ്രാക്ടിക്കലായിട്ടും സമീപിക്കാനായിട്ട് പറ്റുന്നത്. ഇത് ഞാനൊരു ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ആ ഒരു വീഡിയോസിൻ്റെയൊക്കെ കമൻറ്റ് ബോക്സിൽ ഏറെ വന്ന കമൻറ്റുകളായിരുന്നു സ്ത്രീകൾക്ക് ഡിമാൻഡുകൾ വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ അവിവാഹിതരായിട്ടുള്ള പുരുഷന്മാരുടെ എണ്ണം കൂടുന്നു. സ്ത്രീകൾ ഡിമാൻഡുകൾ കുറയ്ക്കണം. വലിയ കാര്യമായിട്ടുള്ള വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾ എന്ന ആളുകൾ പറയാറുണ്ട് ചില സ്ത്രീകളെ കുറിച്ചിട്ട്. അവരും വലിയ ഡിമാൻഡുകളാണ് മുന്നോട്ടേക്ക് വയ്ക്കുന്നത്. അതേപോലെ തന്നെ സാമ്പത്തികം തന്നെക്കാളും ഉയർന്ന രീതിയിൽ വേണമെന്ന് ആവശ്യപ്പെടുന്നു. അതേപോലെ തന്നെ ഒത്തിരിയധികം കേസുകൾ, സ്ത്രീധന പീഡനവുമായി ബന്ധപ്പെട്ട കേസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവരെ പോലുള്ള ആളുകൾക്ക് സാമ്പത്തിക നിലയിൽ താഴ്ന്ന ആളുകളെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവർ പൊന്നു പോലെ നോക്കില്ലേ എന്നുള്ള കമൻറ്റുകൾ, ഇങ്ങനെയുള്ള കുറേയധികം പരാതികളുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് വളരെ ബേസ് ആയിട്ട് മാത്രം ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ പരാതികളാണ്. ആഫ്റ്റർ ഓൾ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ കണ്ട് നേരിട്ട് എടുക്കുന്ന ഒരു തീരുമാനമാണ് ഒരു വിവാഹത്തിലേക്ക് നയിക്കുന്നത്. അല്ലാതെ സമൂഹത്തിലെ എല്ലാ ആൾക്കാരും ഇങ്ങനെയാണ്, മൊത്തത്തിൽ ഇങ്ങനെ ഡിമാൻഡ് കുറവാണ്, ഇങ്ങനെ ഒന്നും നമുക്ക് ഒരു മുഖവിലയ്ക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. കാരണം അത്രയധികം വ്യക്തിത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നിങ്ങൾ നേരിട്ട് ഒരാളോട് ഇടപെട്ട് നിങ്ങൾക്കിടയിൽ ഉണ്ടാവുന്ന ആ ഒരു ബന്ധത്തെക്കുറിച്ചിട്ടൊക്കെയാണ് ഇന്നത്തെ കാലത്ത് കൂടുതൽ സംസാരിക്കുന്നത്. അപ്പോൾ ഇന്ന ആളുകൾ മുഴുവൻ ഇങ്ങനെയാണ്, മൊത്തത്തിൽ ഇങ്ങനെയാണ് എന്ന് നമുക്ക് ഇനി പറയാനായിട്ട് പറ്റത്തില്ല. ഇവിടെ നമ്മൾ ആ ഒരു സാമ്പത്തിക അന്തരത്തെക്കുറിച്ചിട്ട് പറയാം. വലിയ ബ്രോഡായിട്ട് ഈ ഒരു ടോപ്പിക്ക് കൊണ്ടുപോകണ്ട, വളരെ സിമ്പിളായിട്ട് സാമ്പത്തിക അന്തരത്തെക്കുറിച്ചിട്ട് പറയാം. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ സാമ്പത്തിക ഭദ്രതയുള്ള, ബാധ്യതകളില്ലാത്ത, സെറ്റിലായിട്ടുള്ള ഒരാളെ വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഈ പെൺകുട്ടിയുടെ അച്ഛൻ, ആണായിട്ടുള്ള അച്ഛൻ, അതേപോലെ തന്നെ അമ്മാവൻ, അങ്ങനെയുള്ള ആളുകളെല്ലാം പെൺകുട്ടിയുടെ ഈ ഒരു തീരുമാനത്തിനോടൊപ്പം തന്നെ നിൽക്കുന്നു. പെൺകുട്ടിക്ക് അതിലിത്തിരി കോംപ്രമൈസ് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിലും അവരതിന് സമ്മതിക്കില്ല. അവരാണുങ്ങളാണ്. എന്നിട്ടും അവർ സെറ്റിലായിട്ടുള്ള ഒരു പുരുഷനെയാണ് തൻ്റെ മകൾക്ക് അല്ലെങ്കിൽ തൻ്റെ വളരെ വേണ്ടപ്പെട്ട ആൾക്ക് വിവാഹം ആലോചിക്കുന്നത്. ഇത് നമുക്ക് വലിയൊരു കുറ്റമായിട്ട് പറയാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. അല്ല, ഇനിയിപ്പോൾ ഇത് കുറ്റമായിട്ട് പറയേണ്ടുന്ന ഒരു സാഹചര്യം വരാൻ സാധ്യതയുണ്ട്. അത് ഏത് കാലത്താണ്? ആ ഒരു കാലമൊക്കെ അങ്ങ് വിദൂരമാണ്. ഇവിടെ വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാവുന്ന ഒറ്റ കാര്യമുള്ളൂ. നമ്മുടെ നാട്ടിലെ കോമൺ രീതി അനുസരിച്ചിട്ട് ഒരു പെൺകുട്ടി ആൺകുട്ടിയുടെ വീട്ടിലേക്കാണ് വിവാഹം കഴിച്ചു പോകുന്നത്. മുങ്ങാൻ സാധ്യതയുള്ള ഒരു വഞ്ചി, അതുപോലെ ഏത് സ്വർഗ്ഗലോകത്തിലേക്കാണെന്ന് പറഞ്ഞാലും ആളുകൾ യാത്രയ്ക്കായി തിരഞ്ഞെടുക്കില്ല. പോണ വഴിയിൽ മുങ്ങിക്കഴിഞ്ഞാൽ അത് വെറുതെ അനാവശ്യമായിട്ടുള്ള ഒരു തീരുമാനത്തിൻ്റെ പുറത്ത് സംഭവിക്കുന്ന ഒരു കാര്യമായി നിങ്ങൾക്ക് തോന്നാം. വലിയ ലോസ് ഉണ്ടാവും. നിങ്ങളുടെ ജീവിതം തന്നെ കൊഞ്ഞാട്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ, എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് വലിയ സൗഭാഗ്യങ്ങളായിരിക്കും. എന്നാലും അവിടെ റിസ്ക് ചാൻസുകളുണ്ട്. നിങ്ങളെക്കാളും സാമ്പത്തികമായി താഴ്ന്നു നിൽക്കുന്ന ഒരാളെ വിവാഹം കഴിക്കുന്ന സമയത്ത്, അത് ആൺകുട്ടി പെൺകുട്ടിയോ അല്ലെങ്കിൽ പെൺകുട്ടി ആൺകുട്ടിയോ, ഇങ്ങനെ തിരിച്ച് ഈ സാമ്പത്തിക അന്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചുള്ള ഒരാൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പോസിറ്റീവ് ഗുണങ്ങളെ കുറിച്ചിട്ട് ആദ്യം പറയാം. സ്ട്രോങ്ങർ ബോണ്ട് ഉണ്ടാവും. എങ്ങനെയാണ്? ജീവിതത്തിലെ കഷ്ടതകളിലൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു പങ്കാളി എന്ന് പറയുന്നത് ആ ഒരു പങ്കാളികൾക്കിടയിലെ ബന്ധം ദൃഢമാക്കും. പലപ്പോഴും സക്സസ്ഫുൾ ആയിട്ടുള്ള പുരുഷന്മാരൊക്കെ വന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ, എൻ്റെ കഷ്ടപ്പാടിൻ്റെ സമയത്തും എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അപ്പോൾ അവളാണ് എൻ്റെ വിജയങ്ങൾക്കെല്ലാം കാരണക്കാരിയായിട്ടുള്ള ഒരാൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ട്രോങ് ബോണ്ട് നിങ്ങൾക്കിടയിൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത
ഈ ഒരു സാമ്പത്തികമായി താഴ്ന്നു നിൽക്കുന്ന എന്നാൽ പൊട്ടൻഷ്യലുള്ള ഒരാളെ വിവാഹം കഴിക്കുന്ന സമയത്ത് ഉണ്ടാവും. നിങ്ങൾ വെൽത്തിയറാണ്, നിങ്ങൾക്ക് ഭൗതികമായിട്ടുള്ള കുറേയധികം നേട്ടങ്ങളൊക്കെ ഉണ്ട്, അതുവഴി നിങ്ങൾക്കൊരു വിവാഹ ബന്ധം ഉണ്ടാവുകയാണ്, ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അതിനേക്കാളും മനോഹരമായിരിക്കും നിങ്ങളെ മനസ്സിലാക്കി, നിങ്ങളുടെ വ്യക്തിത്വത്തെ മനസ്സിലാക്കി, നിങ്ങളെ മാത്രം മുന്നിൽ കണ്ട് ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഇതൊക്കെ വളരെ പൊട്ടൻഷ്യലുള്ള ഒരാളെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ജീവിതത്തിൽ വെറും മടിയനായിട്ടുള്ള സ്വന്തം ചെയ്തികൾ കൊണ്ട് തന്നെ ജീവിതത്തിൽ നശിച്ചു പോയ ഒരാളുടെ ജീവിതത്തിലേക്ക് ഒരാൾ കടന്നു വരുന്നതിനെ കുറിച്ചിട്ടല്ല പറയുന്നത്. നിങ്ങളെ മനസ്സിലാക്കിയ ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് ആ വരുന്ന ആൾക്ക് കൂടുതൽ ഒരു വാല്യൂ ഉണ്ടാവും. അതേപോലെ ഈ രണ്ടാളുകളുടെ ബന്ധം എന്ന് പറയുന്നത് ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളെ മാറ്റി നിർത്തിയിട്ടുള്ള, അല്ലെങ്കിൽ അതിന് വലിയ പ്രാധാന്യമില്ലാത്ത, വളരെ സോളിഡ് ആയിട്ടുള്ള ട്രസ്റ്റും അതേപോലെ തന്നെ ലവും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതായിരിക്കും. അതുവഴി നിങ്ങൾ രൂപീകരിക്കുന്ന കുടുംബം, അവിടെ വളരുന്ന കുട്ടികൾ, അവിടെ ഉണ്ടാവുന്ന കുട്ടികൾ, അവരെല്ലാവരും മികച്ചവരായി മാറാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. അടുത്തത് ഗ്രാറ്റിറ്റ്യൂഡാണ്, ഒരു നന്ദി. അത് രണ്ടാളുകൾക്കുണ്ടാവും. നിങ്ങളുടെ കഷ്ടപ്പാടിന്റെ സമയത്ത് നിങ്ങളുടെ കൂടെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളോട് നിങ്ങൾക്ക് ആജീവനാന്തം ഒരു നന്ദി ഉണ്ടാവും. നിങ്ങൾ അങ്ങനെ കഷ്ടപ്പാടിൻ്റെ സമയത്തും ചേർന്ന് ഒരാൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ട് അയാൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചിട്ട്, നിങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ചിട്ട് ഉയർന്നു വരുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങോട്ടും ഒരു നന്ദി ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ സാമ്പത്തികം എന്ന് പറയുന്ന ഒരു കാര്യം കൺസിഡർ ചെയ്യാതെ ഒരു ബന്ധം രൂപീകരിക്കുന്ന, ഒരു കുടുംബം രൂപീകരിക്കുന്ന ആളുകൾ ശരിക്കും മനോഹരമായിട്ടുള്ള ഒരു ജീവിതമുള്ള ആളുകളാണ്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഷെയർഡ് ഗ്രോത്ത് ആണ്. ഇപ്പം രണ്ട് പേർ, ഇത്തരത്തിലുള്ള രണ്ട് ആളുകൾ, അവർ ചേർന്ന് രൂപപ്പെടുത്തുന്ന ഒരു ലൈഫ്, അവരുണ്ടാക്കിയെടുക്കുന്ന ഒരു വളർച്ച, അപ്പോൾ ഇതിനകത്ത് രണ്ടാളുകൾക്കും തുല്യമായിട്ടുള്ള ഒരു പ്രാധാന്യം കിട്ടും. ഇപ്പോൾ ഒരാളുടെ വെൽത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങടേക്ക് വരുന്ന ഒരാൾക്ക് പ്രത്യേകിച്ച് മറ്റയാളുടെ ലൈഫിൽ ഒന്നും അധികം ചെയ്യാനുണ്ടാവില്ല. അപ്പോൾ അവിടെ ഒരു പ്രാധാന്യക്കുറവ് ചില സാഹചര്യങ്ങളിൽ വരാൻ സാധ്യതയുണ്ട്, ചില കേസുകളിൽ. എന്നാൽ ഇവിടെ ആ ഒരു വളർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ക്രെഡിറ്റ് രണ്ടാളുകൾക്ക് കൊടുക്കാം. അപ്പോൾ ആ ഒരു ഗ്രോത്ത് രണ്ടാളുകൾക്ക് എടുക്കാം. രണ്ടാളുകളും വളരെയധികം ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഇൻഡിപെൻഡൻ്റ് ആവുന്നതിനോടൊപ്പം തന്നെ ഇവർ പരസ്പരം ഡിപ്പെൻഡിങ്ങും ആയിരിക്കും. ആ ഒരു റെസ്പെക്ട്ഫുള്ളി ഉള്ള ആ ഒരു ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കും. ഇനി ഇതിൻ്റെ ചലഞ്ചസ് എന്താണെന്ന് പറയാം. ഇതിൻ്റെ ചലഞ്ചസ് വളരെയധികം ക്രൂഷ്യലായിട്ടുള്ള ഒരു സംഗതിയാണ്. നമ്മളിൽ പല ആളുകളും ആ ഒരു റിസ്കുകളുടെ ആ ഒരു ആധിക്യം കാരണം പലപ്പോഴും ഇതുപോലെ ഈ സാമ്പത്തിക സുരക്ഷിതത്വം ഇല്ലാത്ത ഒരിടത്തേക്ക് ഒരു ബന്ധം ആലോചിക്കാറില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഫിനാൻഷ്യൽ സ്ട്രെയിൻ ആണ്. നമുക്ക് ധാരാളം പരാതികൾ കഴിഞ്ഞ ദിവസമൊക്കെ ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കാണാനായിട്ട് സാധിച്ചു. പക്ഷെ ആ ഒരു പരാതികൾക്കിടയിൽ നമുക്ക് പലപ്പോഴും അത്രയധികം സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാമ്പത്തിക സുരക്ഷയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊരു സിസ്റ്റം അനുസരിച്ചിട്ട് ആ ഒരു വീട്ടിലേക്ക് ചെന്ന് കയറുന്ന ഒരാൾക്ക് ഒത്തിരിയധികം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അദ്ദേഹം വളരെ സാമ്പത്തിക സുരക്ഷയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിലൊരു സിസ്റ്റം അനുസരിച്ചിട്ട് ഒരു വീട്ടിലേക്ക് ചെന്ന് കയറി എന്നാൽ വന്നയിടത്ത് പിന്നീട് വലിയ റോളൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഈ സാമ്പത്തിക സുരക്ഷയില്ലാത്ത വീട് എന്ന് പറയുന്നത് പിന്നീട് ഒരു ബാധ്യതയായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, സാമ്പത്തിക സുരക്ഷയൊന്നും ഇല്ലാത്ത, സ്ഥിര വരുമാനമൊന്നും ഇല്ലാത്ത, എന്നാൽ അത്രയധികം വിദ്യാഭ്യാസം, സ്ഥിര വരുമാനത്തിന് സാധ്യമാവുന്ന വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരിടത്തേക്ക് ചെന്ന് കയറുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് ഒരു ജോലിയുണ്ട് എന്ന് വിചാരിക്കാം. ചെന്ന് കയറുന്ന ഒരു പെൺകുട്ടി കാണുന്നത് അവിടെ പ്രായമായിട്ടുള്ള അച്ഛനുണ്ട്, അമ്മയുണ്ട്, പെങ്ങന്മാരുണ്ട്, അതേപോലെ തന്നെ അംഗസംഖ്യ കാര്യമായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ ആ ഒരു എഫേർട്ടും അത്രയധികം ആളുകൾക്ക് വേണ്ടി ഷെയർ ചെയ്യേണ്ടി വരും എന്നതിനേക്കാളും ഉപരിയായിട്ട് ഒരാൾക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി ആയിരിക്കില്ല അത്ര വലിയൊരു കുടുംബം എന്ന് പറയുന്നത്. പലപ്പോഴും സാമ്പത്തിക സുരക്ഷ ഇല്ലാതിരിക്കുന്ന സമയത്ത് അതിൻ്റെ ബേസ് ആയിട്ടുള്ള കുറേയധികം കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അവരുടെ ആരോഗ്യം, അതേപോലെ തന്നെ വിദ്യാഭ്യാസം, കടബാധ്യതകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പെട്ടെന്ന് ഒരാൾക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കില്ല. അതേപോലെ തന്നെ സാമ്പത്തിക സുരക്ഷ ഇല്ലാത്തൊരു സാഹചര്യത്തിൻ്റെ കാരണം സാമ്പത്തിക അച്ചടക്കമില്ലായ്മയാണോ എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കറിയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു റിസ്ക് ഒരു വീട്ടിലേക്ക് ചെന്ന് കയറുന്ന സമയത്ത് എടുക്കേണ്ടി വരും. നമ്മുടെ നാട്ടിൽ പുരുഷന്മാർക്ക് അങ്ങനെയുള്ള റിസ്കുകളില്ല. സ്ത്രീകളുടെ വീട്ടിലേക്ക് ആ ഒരു ബാധ്യതകളും ഏറ്റെടുത്ത് പോകുന്ന കാര്യങ്ങളൊക്കെ വളരെയധികം ചുരുക്കമാണ്. അങ്ങനെ ഒരു രീതി ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ഈ ഒരു സാമ്പത്തിക ഭദ്രതയെക്കുറിച്ചിട്ട് ആലോചിക്കേണ്ട ഒരു ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അവരിൽ കുറച്ച് ആളുകൾക്ക് ഈ പ്രചാരണത്തിന് കൊഴുപ്പേകാം സ്ത്രീകളൊക്കെ സാമ്പത്തിക ഭദ്രത നോക്കുന്ന ആളുകളാണ് എന്നുള്ളത്. പക്ഷേ നമ്മളുടെ വേണ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളും ആ ഒരു റിസ്ക് എടുക്കില്ല. ഈ പറയുന്ന ആളുകളും ആ ഒരു റിസ്ക് എടുക്കില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബർഡൻ ഓർത്തിട്ടാണ്. സോഷ്യൽ ആൻഡ് ഫാമിലി പ്രഷർ, ഇത് ആദ്യം തന്നെ പറയേണ്ടതായിരുന്നു. അതിപ്പോൾ വിവാഹത്തിന് മുൻപാണെങ്കിലും വിവാഹത്തിന് ശേഷമാണെങ്കിലും ഈ ഒരു സാമ്പത്തിക അന്തരം സമൂഹവും അതേപോലെ തന്നെ കുടുംബാംഗങ്ങളൊക്കെ ചോദ്യം ചെയ്യുന്നതാണ്. അപ്പോൾ കുടുംബത്തിലേക്ക് നല്ല സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാൾ വന്നാലും, കുടുംബത്തിലേക്ക് മോശം സാഹചര്യമുള്ള ഒരാൾ വന്നാലും കുടുംബാംഗങ്ങൾക്കൊക്കെ ഇടയിൽ വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ ഡിഫറൻസുകളുണ്ട്.
ഈ ലൈഫ് സ്റ്റൈൽ ഡിഫറൻസുകൾ, അവരെടുക്കുന്ന ചോയ്സുകൾ, ഇതൊന്നും ഒരു ഫാമിലിയിൽ സ്ഥിരമായിട്ട് എടുത്തുകൊണ്ടിരുന്നതായിരിക്കില്ല. അപ്പോൾ അതിനകത്ത് കൂടുതൽ ചിലവാക്കി എന്നുള്ള ഒരു ചിന്ത വരും, അല്ലെങ്കിൽ ഇവരെ പരിഗണിച്ചില്ല എന്നുള്ളൊരു ചിന്ത വരും. അങ്ങനെയുള്ള കുറേയധികം പ്രശ്നങ്ങളുണ്ട്. ഇത് ആജീവനാന്തം കേട്ടുകൊണ്ടിരിക്കേണ്ടി വരും. അതാണ് ഈ സാമ്പത്തിക അന്തരത്തിൻ്റെ പ്രശ്നം. സാമ്പത്തികമായിട്ട് മെച്ചപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, സാമ്പത്തിക അന്തരം കാര്യമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആജീവനാന്തം ഈ പറയുന്ന കുറ്റം കേൾക്കേണ്ടി വരും. അത് ഇന്നതുകൊണ്ടാണ്, ഇന്ന ക്ലാസ് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ മോശമായിട്ടുള്ള പരാമർശങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും പലയിടത്തും കേട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ സീരിയലുകൾക്കൊക്കെ കഥകൾ കിട്ടുന്നത് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിന്നാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഇനി ലൈഫ് സ്റ്റൈൽ ഡിഫറൻസുകളെ കുറിച്ചിട്ട് തന്നെ പറഞ്ഞേക്കാം. ഈ സാമ്പത്തികം അനുസരിച്ചിട്ട് ഓരോ ആളുകളുടെയും ജീവിത രീതി വളരെയധികം വ്യത്യസ്തമായിരിക്കും, വളരെയധികം. അതിനുള്ള എല്ലാ സാധ്യതകളുമുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ചിട്ട് നിങ്ങൾ സാധനങ്ങൾ വാങ്ങുന്ന കട മുതൽ നിങ്ങളിടുന്ന വസ്ത്രം, നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനം, നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ എല്ലാം അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കും. ഈ ഒരു വ്യത്യാസങ്ങളുമായി നിങ്ങൾ ഈ ഒരു സാമ്പത്തിക നിലയിലല്ലാത്ത ഒരിടത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ വലിയ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പെൺകുട്ടി അത്യാവശ്യം ശമ്പളമൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്, 19,000 രൂപ ശമ്പളമൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ശമ്പളം ഒന്നും ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. കാരണം അച്ഛനും അതേപോലെ തന്നെ ആങ്ങളെയും ഒക്കെ അത്യാവശ്യം ഇൻകം ഉള്ള ആളുകളാണ്. അപ്പോൾ ഈ പെൺകുട്ടി അദ്ദേഹത്തിൻ്റെ പണം സേവ് ചെയ്യാറുണ്ടായിരുന്നു, അതേപോലെ തന്നെ സ്പെൻഡ് ചെയ്യാറുണ്ടായിരുന്നു. നല്ലൊരു ലൈഫ് സ്റ്റൈൽ, അദ്ദേഹത്തിൻ്റെ പെർസ്പെക്റ്റീവിലുള്ള നല്ലൊരു ലൈഫ് സ്റ്റൈൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാറുണ്ടായിരുന്നു. അപ്പോൾ ഓഫീസിൽ പോകാനായിട്ട് ഒരു സെറ്റ് ഓഫ് ഡ്രസ്സസ് ഒക്കെ എല്ലാ മാസവും വാങ്ങും, അങ്ങനെയൊക്കെ പോകുന്ന ഒരു രീതിയാണ്. അപ്പോൾ ആ ഒരു പെൺകുട്ടി സാമ്പത്തിക നിലയിൽ താഴ്ന്ന ഒരു വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഞാൻ മുന്നേ പറഞ്ഞ എക്സാമ്പിൾ പോലെയുള്ള ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. പ്രായമായിട്ടുള്ള അച്ഛൻ അമ്മയൊക്കെ ഉണ്ട്. ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പരീക്ഷയൊന്നും പലപ്പോഴും പല ലോവർ മിഡിൽ ക്ലാസ് ഫാമിലികളിലും ഇല്ല. അപ്പോൾ അവിടെ കൂടുതൽ പണച്ചെലവ് വരുന്നുണ്ട്. ഭർത്താവിന് വലിയ കാര്യമായിട്ടുള്ള നീക്കിയിരിപ്പില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നല്ല എക്സ്പെൻസുകളുണ്ട്. ഇങ്ങോട്ടേക്ക് ചെല്ലുന്ന സമയത്ത് മൊത്തത്തിൽ ഈ ചിലവാക്കുന്ന പണത്തിൻ്റെ കാര്യത്തിൽ ഒരു കണക്കൊക്കെ പറയേണ്ടി വരും. അത് ഒരു വീട്ടിലേക്ക് ചെല്ലുന്നതുകൊണ്ടാണ്, അത് നമ്മുടെ നാട്ടിലെ ഒരു സിസ്റ്റം കൊണ്ടാണ്. ആ വീട്ടിലേക്ക് ചെല്ലുകയാണല്ലോ, ആ വീട്ടിൽ ചെന്ന് താമസിക്കാൻ തുടങ്ങുന്ന നമ്മുടെ നാട്ടിലെ ഒരു സ്ത്രീക്ക് വരുമാനമുള്ള ആളാണ് എന്നുണ്ടെങ്കിലും കണക്ക് കേൾപ്പിക്കേണ്ടി വരും. ആ ഒരു ലൈഫ് സ്റ്റൈൽ ഡിഫറൻസുകൾ വലിയ പ്രശ്നമാണ്. പണ്ട് ഇടയ്ക്കൊക്കെ ഫാമിലി ആയിട്ട് ഒരു ഔട്ടിങ്ങിന് പോയിക്കൊണ്ടിരുന്ന, അതേപോലെ തന്നെ ഇടയ്ക്ക് എന്തെങ്കിലും യാത്രകൾ പോയിക്കൊണ്ടിരുന്ന, ഇടയ്ക്ക് എല്ലാവരെയും കൂട്ടി പർച്ചേസിന് പോയിക്കൊണ്ടിരുന്ന ഒരാൾക്ക് ഇതൊക്കെ ആഡംബരങ്ങളാണ് എന്നുള്ള ഒരു കേൾവിയായിരിക്കും ഇവിടെ കേൾക്കേണ്ടി വരിക. അപ്പോൾ ഈ ഒരു ലൈഫ് സ്റ്റൈൽ ഡിഫറൻസുകൾ കോൺഫ്ലിക്റ്റുകൾക്ക് കാരണമാവും. അതേപോലെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ, ഡ്രീം, അംബീഷൻസ് എന്നീ കാര്യങ്ങളൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. നിങ്ങൾ സ്ഥിരമായിട്ട് ജോലിക്ക് പോവേണ്ടി വരും. ഇപ്പം നിങ്ങൾക്കൊരു പ്ലാൻ തോന്നുകയാണ്, നിങ്ങൾക്ക് ഒന്നുകൂടെ വിദ്യാഭ്യാസം നേടേണ്ടതുണ്ട്, കുറച്ചും കൂടെ നല്ലൊരു കോഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് പഠിക്കേണ്ടതുണ്ട്, നിങ്ങൾക്ക് ജോലി നിർത്താനായിട്ട് പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവും ഈ ഒരു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ. അതേപോലെ തന്നെ നിങ്ങൾക്ക് കുട്ടികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചില സാഹചര്യങ്ങളിൽ ആ ഒരു ജോലി നിർത്തേണ്ടി വരും. കാരണം ആ ഒരു കുട്ടിയെ നോക്കാനായിട്ട് നിങ്ങൾക്കൊരു മെയ്ഡിനെ വെക്കാനായിട്ട് അഫോർഡബിൾ ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കുറേയധികം പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ കുറേയധികം പോസിറ്റീവുകൾ വരാൻ സാധ്യതയുണ്ട്. അടുത്ത ഏറ്റവും വലിയ റിസ്ക് എലമെൻ്റ് എന്ന് പറയുന്നത് പവർ ഡൈനാമിക്സ് ആണ്. അതിപ്പം വിവാഹബന്ധം എന്നൊന്നുമില്ല. നിങ്ങളൊരു ഔട്ടിങ്ങിന് പോയിക്കേ, നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടും നിങ്ങളുടെ ബന്ധുക്കളുമായിട്ടും ഒരു ഔട്ടിങ്ങിന് പോയിക്കേ. അപ്പോൾ ആ ഒരു സമയത്ത് കയ്യിൽ പൈസയുള്ള ആളുകളുടെ അടുത്ത് പവർ ഉണ്ടാവും. അപ്പോൾ പവർ ഡൈനാമിക്സ് ഒരു സംഭവമാണ്. അപ്പോൾ അത് ചില ആളുകളെ അലോസരപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെയും പൈസ ഉണ്ട്. നിങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോകുന്ന സമയത്ത് നിങ്ങൾ ആര് ബില്ല് കൊടുക്കുമെന്ന് അടി ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്കിടയിൽ ആ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവില്ല. അവിടെ നിങ്ങൾ ടോസ് ഇട്ട് നോക്കി, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ കൊടുക്കും. നിങ്ങളുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് മറ്റൊരാൾ കൊടുത്താലും നിങ്ങൾക്കത് ഫീൽ ചെയ്യില്ല. പക്ഷെ നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത സമയത്ത് മറ്റൊരാൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ വളരെയധികം സെൻസിറ്റീവ് ആയിരിക്കും. അയാളത് കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു വാക്ക് അയാൾ നിങ്ങളോട് കളിയാക്കുന്ന രീതിയിൽ പറഞ്ഞോ എന്നുള്ളൊരു തോന്നൽ പോലും നിങ്ങളെ അലോസരപ്പെടുത്തും. അതേപോലെ തന്നെയാണ് വിവാഹബന്ധത്തിലും കുടുംബത്തിലേക്കൊക്കെ വരുന്ന ഒരാളും അവിടെയുള്ള ആളുകളും തമ്മിലുള്ള സാമ്പത്തിക അന്തരം എന്ന് പറയുന്നത്. ഇപ്പോൾ നല്ലൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരു പെൺകുട്ടി വീട്ടിലേക്ക് വരുന്നു, മറ്റൊരു വീട്ടിലേക്ക് വരുന്നു. അവിടെ പണത്തിന് ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ അവൾക്കതൊരു മിനിമം ആവശ്യമായിരിക്കാം, പക്ഷെ ഇവർക്കതൊരു ആഡംബരമായിരിക്കാം. ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അപ്പോൾ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു പരാതി ഈ ചെറുപ്പക്കാരനുണ്ടാവും. അതേപോലെ തന്നെ മിനിമം ആവശ്യങ്ങൾ പോലും നടത്തിത്തരാനായിട്ടുള്ള സാഹചര്യമില്ല, തന്നെ പറ്റിച്ചു എന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തിനുണ്ടാവും. ഇത് വലിയ പ്രശ്നമാണ്. അതേപോലെ തന്നെ ഈ പണം ഉള്ള ഒരു സ്ത്രീയെ പണമില്ലാത്ത ഒരു പുരുഷനെ പലപ്പോഴും അംഗീകരിക്കാനായിട്ട് പറ്റാറില്ല. അത് നമ്മുടെ നാട്ടിലെ ഒരു മാറുന്ന സിസ്റ്റത്തിൻ്റെ ഒരു മൂലയിൽ കിടക്കുന്ന ഇപ്പോഴുള്ള ഒരു പ്രശ്നമാണ്. കാരണം കാലങ്ങളായിട്ട് സ്ത്രീകൾ പണിക്ക് പോകാത്ത ഒരു സാഹചര്യത്തിൽ നിന്നിട്ടാണ് വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള
ഫിനാൻഷ്യലി സെക്യൂർഡ് ആയിട്ടുള്ള സാഹചര്യമുള്ള സ്ത്രീകൾ ഉണ്ടായി വരുന്നത്. പുരുഷന്മാരുടെ ജോലി സാധ്യതകളൊക്കെ കുറയുന്ന ഒരു കാലഘട്ടം ഇടയ്ക്കുണ്ടായി. അബ്രോഡിലേക്കൊക്കെ കൂടുതൽ നഴ്സുമാരെയൊക്കെ ആവശ്യം വന്ന സമയത്തൊക്കെ ഈ ഒരു പ്രശ്നം നമ്മൾ കൂടുതലായിട്ട് കേട്ടതാണ്. അപ്പോൾ അവരെ ഡിപ്പെൻഡൻറ്റ് വിസയിലൊക്കെ പോകുന്ന ആളുകൾ പോലും അവിടെ കടുത്ത ഗാർഹിക പീഡനം ജോലിക്ക് പോയിട്ട് വരുന്ന സ്ത്രീകൾക്കെതിരെ നടത്തിയിരുന്നു എന്നൊക്കെയുള്ള എക്സാമ്പിൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ ഈഗോ പ്രശ്നങ്ങളും ചില പുരുഷന്മാർക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ സാമ്പത്തിക അന്തരത്തെക്കുറിച്ചിട്ട് എപ്പോഴും ആളുകൾ വളരെ ക്യൂരിയസ് ആയിട്ട് നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ആ റിസ്ക് എടുക്കാൻ ആളുകൾ റെഡി ആവാത്തത്. പുരുഷന്മാരാണെങ്കിലും തങ്ങളുടെ ആ ഒരു ഫിനാൻഷ്യൽ പൊസിഷനിൽ നിന്ന് താഴെയുള്ള ആളുകളെ പലപ്പോഴും ചൂസ് ചെയ്യാറില്ല. വിദ്യാഭ്യാസ നിലവാരം തന്നെക്കാളും താഴ്ന്നുള്ള ആളെ ചൂസ് ചെയ്യാറില്ല. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതുപോലുള്ള റിസ്കുകൾ ആരും എടുക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് ഒത്തിരിയധികം ശ്രദ്ധിച്ച് ബന്ധങ്ങളിലേക്ക് പോകുന്നത്. അവിടെ അവർ സാമ്പത്തികം നോക്കും. സാമ്പത്തികം ഫസ്റ്റ് പ്രയോറിറ്റിയിൽ നോക്കേണ്ട ഒരു ഘടകമാണ് ഇന്നത്തെ ഈ ഒരു നാട്ടിൽ. നമ്മുടെ നാട്ടിൽ എല്ലാവരും ഷോ ഓഫിന് വേണ്ടിയാണല്ലോ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം അതാണ് ഇവിടുത്തെ മെയിൻ പരിപാടി. അതുകൊണ്ട് തന്നെ അത് ഫസ്റ്റ് പ്രയോറിറ്റിയിൽ നോക്കേണ്ട ഒരു സംഗതിയാണ്. അതുമായി ബന്ധപ്പെട്ട് ഒത്തിരിയധികം പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. സ്വത്ത് തർക്കത്തിലൊക്കെ എത്ര ആളുകളാണ് മരണപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മറ്റേ വലിയ ഡയലോഗ് അടിച്ച് പണമല്ല എല്ലാത്തിനും അടിസ്ഥാനം എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തിന് പണമാണ് ഒരു അടിസ്ഥാനം എന്നുണ്ടെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. മേ ബി കുറേയധികം എതിർപ്പുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇറ്റ്സ് എ റിയാലിറ്റി. അക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പരാതി മാത്രമേ ഉണ്ടാവത്തുള്ളൂ. നന്ദി.